നമ്മൾ മലയാളികളുടെ സ്വന്തം റെസിപ്പിയായ ഇലയട എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. എന്നാലും ഇരിക്കട്ടെ, ഇതിനായി ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത് വന്ന ചെറുപയറിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതൊന്ന് വറ്റി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് അരിപ്പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണേൽ നോർമൽ വെള്ളത്തിലും കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇലയുടെ തണുത്ത് വരുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, ഇത്രയും സോഫ്റ്റ് ആവില്ല കേട്ടോ. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലയിലേക്കൊന്ന് പരത്തി കൊടുത്ത് അകത്ത് ഫില്ലിങ് വെച്ച് സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഡ്ഡലി ചെമ്പിലേക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടാണ് ഇലയുടെയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആവി കിട്ടി നന്നായി വെന്ത് കിട്ടും. ഇതിനകത്ത് തേങ്ങയും ശർക്കരയും മാത്രം വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ഇലയ.